ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. ഫ്രൈഡേ ഞാൻ എടുത്ത ട്രേഡിൻ്റെ ലോജിക് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ആക്ച്വലി ഫ്രൈഡേ എടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു ട്രേഡ് എൻ്റെ ക്ലോസ് ആവാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. പിന്നെ സാറ്റർഡേ സൺഡേ ഞാൻ ഒട്ടും തന്നെ നോക്കാറില്ല. ഈ ഒരു ക്യാൻഡിൽ ഞാൻ കോൾ സൈഡ് എൻട്രി എടുത്തു. ഓക്കെ, ആൻഡ് ഈ ഒരു ക്യാൻഡിലാണെന്ന് തോന്നുന്നു. ഈ ക്യാൻഡിലോ ഇവിടെ എങ്ങാനും എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും എൻ്റെ 50% എൻ്റെ അല്ല സോറി 50% സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ആക്ച്വലി ഇതെനിക്ക് കോസ്റ്റ് ഇറങ്ങാമായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീക്ക് അത്ര നല്ല പോയിൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഈ ഒരു ഫ്രൈഡേ എങ്കിലും 200 പോയിൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനത് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ കോസ്റ്റ് ഇറങ്ങാമായിരുന്നു ഫ്രൈഡേ. ഓക്കെ, അപ്പം 50 പോയിൻറ്റിൻ്റെ ലോസാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ദിവസം എനിക്ക് പുട്ട് സൈഡ് പോകണമെന്നായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എക്സാക്ട്ലി നല്ലൊരു ലെവലിന് പുട്ട് സൈഡ് എൻട്രി കിട്ടിയില്ല. സെറ്റപ്പ് വൈസ് ഇവിടെ ഫോം ആയിട്ടുണ്ട് പുട്ട് സൈഡ് പോകാൻ. പക്ഷേ എനിക്ക് അത് മാത്രം പോരാ, കറക്റ്റ് മറ്റൊരു ലോജിക്കും കൂടെ വേണം. ഒന്ന് പ്രൈസ് ആക്ഷൻ്റെ ലോജിക് ആയാലും, മെയിൻലി ഞാൻ പ്രൈസ് ആക്ഷനിലെ ലോജിക് എന്ന് നോക്കുക. പിന്നെ അവിടെ സ്റ്റോപ്പ് ലോസസ് അവൈലബിൾ ആണോ എന്നുള്ള ആ ഒരു കാര്യം കൂടെ നോക്കുമ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എനിക്കത് നല്ലൊരു ലെവലിൽ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പുട്ട് സൈഡ് എടുത്തില്ല. പുട്ട് സൈഡ് ആണെങ്കിൽ കൂടി ഞാൻ 200 പോയിൻറ്റ്സിൻ്റെ വെക്കത്തില്ലായിരുന്നു. അതായത് കോൾ സൈഡ് സെറ്റപ്പ് ആയിരുന്നു ആ സമയത്ത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. കോൾ സൈഡ് നല്ല പ്രഷർ ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ പുട്ട് സൈഡ് എൻട്രി എടുത്താൽ തന്നെ ഈ ഒരു ക്യാൻഡിൽ ചിലപ്പം എക്സിറ്റ് ആയിട്ടുണ്ടാവും. മാക്സിമം 100 പോയിൻറ്റ് മിനിമം 100 പോയിൻറ്റ് ക്യാപ്ചർ ചെയ്യും അങ്ങനെയാണെങ്കിൽ. പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ സമയത്ത് പുട്ട് സൈഡ് എൻട്രി കറക്റ്റ് ലെവലിൽ കിട്ടിയില്ല. അതുകൊണ്ട് ഞാനത് എടുത്തില്ല. കോൾ സൈഡ് ഇവിടെ പോകാൻ കാരണം മാർക്കറ്റ് ഓൾറെഡി ഡൗൺ പോയി. അപ്പോൾ അതിൻ്റെ ഒരു 50% ലെവൽ വരെ ഈ ഒരു സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസസ് 50%, ഫിബോൻ്റെ 50% ലെവൽ വരെ മാർക്കറ്റ് അപ്പ് സൈഡ് പോകാനുള്ള ചാൻസസും ഉണ്ട്. പിന്നെ ഇവിടെയുള്ള ബയേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസസ് ഒക്കെ ഹിറ്റായിട്ടുണ്ടാവും ഏകദേശം. അപ്പം ബയേഴ്സിൻ്റെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായ ശേഷം പിന്നെ ബൈ സൈഡ് പോകാന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ ഒരു രീതി. അതായത് സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക, എന്നിട്ട് സെൽ സൈഡ് പോവുക. ബയേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക, എന്നിട്ട് കോൾ സൈഡ് പോവുക. അങ്ങനെയാണ് മാർക്കറ്റ് പോകാറുള്ളത്. അത് നമുക്ക് ഒന്നെങ്കിൽ ആ ബയേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സെൽ സൈഡ് പോവാം, അല്ലെങ്കിൽ ഇവരുടെ എസ് എൽ ഹിറ്റായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കോൾ സൈഡ് തന്നെ പോകാൻ ചെയ്യാം. ഈ രണ്ട് ചോയ്സസാണ് നമുക്ക് എസ് എൽ ഹണ്ടിങ്ങിലുള്ളത്. അതിൽ നമ്മൾ ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണോ മാർക്കറ്റ് പോകുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്യണം, കോൾ പോകണോ പുട്ട് സൈഡ് പോകണോ എന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് എടുത്തതെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഈ ഒരു ബയേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് പുട്ട് സൈഡ് പോവാം. ഓക്കെ, ഓൾറെഡി ഇതിപ്പം ഡൗൺ പോയി. ഇവരുടെ സ്റ്റോപ്പ് ലോസസ് ടാർഗറ്റ് ചെയ്ത ശേഷം നമുക്ക് കോൾ സൈഡ് പോവാം. ഓക്കെ, ഇങ്ങനെ രണ്ട് പോസിബിലിറ്റീസാണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൽ മെയിനായിട്ട് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ പ്ലാന് ഡിസ്കസ് ചെയ്യാം. ഫ്ലാറ്റ് ആൻഡ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ ഞാൻ ബൈയിങ് ആണ് നോക്കുന്നത് മാക്സിമം. പിന്നെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിൽ മേ ബി സെല്ലിങ്ങിനും ഓപ്പർച്യൂണിറ്റി നോക്കും, അല്ലെങ്കിൽ ബൈയിങ് ആണ് നോക്കുക. മാക്സിമം ഗ്യാപ്പ് ഡൗണിൽ സെല്ലിങ് ആയിരിക്കും നോക്കുക, അല്ലെങ്കിൽ ബൈയിങ് ആയിരിക്കും നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്ലാനിങ്. സോ ലെറ്റ്സ് സീ ഇൻ ദ ലൈവ് മാർക്കറ്റ്.